ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല തിരോധാനങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട്. വിമാനങ്ങളും കപ്പലുകളും ഉൾപ്പെടെ കാണാതായിട്ടുണ്ട്. അതൊക്കെ എവിടെയാണ് എന്നുള്ളത് ഒരു മരീചികയായി ഇന്നും അവശേഷിക്കുന്നു. അത്തരമൊരു സംഭവ കഥയാണിത്. നെതർലാൻഡ്സ് സ്വദേശിനികളായ രണ്ട് സുഹൃത്തുക്കൾ, ക്രിസും ലിസാൻ ഫ്രൂണും. 21കാരിയായ ക്രിസും 22കാരിയായ ഫ്രൂണും യാത്രകളെ സ്നേഹിച്ചിരുന്നവരായിരുന്നു. മറ്റു രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമെല്ലാം അറിയാനും പഠിക്കാനും അവർക്ക് വല്ലാത്ത താല്പര്യമായിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനങ്ങളിലും അവർ അതീവ തൽപരരായിരുന്നു. 2014 നെതർലാൻഡ്സിലെ തന്നെ കോളേജിൽ നിന്ന് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠിത്തം കഴിഞ്ഞതോടെ ഈ സുഹൃത്തുക്കൾ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പനാമ എന്ന രാജ്യത്തിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. സ്പാനിഷ് ഭാഷ പഠിക്കുക, ദരിദ്രരായ കുട്ടികളോടൊപ്പം സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുക, പ്രകൃതി ഭംഗിയുള്ള പനാമയെ കൂടുതൽ കണ്ടറിയുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവർ രണ്ടുപേരും വളരെ സമ്പന്ന കുടുംബത്തിലെ അംഗങ്ങളായിരുന്നെങ്കിലും ആ പ്രായത്തിൽ തന്നെ സ്വന്തമായി വരുമാനം കണ്ടെത്തിയാണ് ഇവർ പനാമ യാത്രയ്ക്കൊരുങ്ങിയത്. യാത്രയ്ക്കുള്ള പണമുണ്ടാക്കാനായി അവർ കോളേജ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്തു. അങ്ങനെ സ്വരൂപിച്ച കാശുകൊണ്ടാണ് ഇവർ പനാമയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. അങ്ങനെ 2014 മാർച്ചിൽ നെതർലാൻഡ്സിൽ നിന്ന് വിമാനം കയറിയ ഇരുവരും അടുത്ത ദിവസം പനാമയിലെത്തി. 2 ആഴ്ചയോളം ഇവർ പലയിടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. ആ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും രുചികളെക്കുറിച്ചുമെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ആ യാത്ര ആഘോഷമാക്കി. എന്നാൽ അവരുടെ പ്രധാന ലക്ഷ്യം അതല്ലായിരുന്നു. പനാമയിലെ ബുക്കെ എന്ന സ്ഥലത്ത് പോകാനായിരുന്നു പ്രധാനമായും അവരുടെ പദ്ധതി. അതിനവർക്ക് 2 കാരണങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു പ്രൈമറി സ്കൂളിൽ ചെന്ന് വോളണ്ടിയറായി പ്രവർത്തിച്ച് അവിടെയുള്ള ദരിദ്രരായ കുട്ടികളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഒരു കാരണം. മറ്റൊന്ന്, ബുക്കയിലെ തന്നെ അതിമനോഹരമായ എൽ പിയാനിസ്റ്റയും ബാറു എന്ന അഗ്നിപർവ്വതവും സന്ദർശിക്കുക. ഇതായിരുന്നു അവരുടെ പ്രധാന പദ്ധതി. എന്നാൽ പിന്നീട് നടന്നത് അതിദാരുണമായ സംഭവമാണ്. മാർച്ച് 29 ബുക്കയിലെത്തിയ ഇരുവരും ഇവർ ബുക്ക് ചെയ്ത ഒരു ലോക്കൽ ടൂറിസ്റ്റ് ഹോമിൽ തങ്ങി. താമസിച്ച ഹോം സ്റ്റേക്കടുത്ത് തന്നെയായിരുന്നു വോളണ്ടിയർമാരായി ജോലി ചെയ്യാൻ പോകുന്ന സ്കൂളും. അതോടൊപ്പം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ എൽ പിയാനോസയിലേക്കും ബാറു അഗ്നിപർവ്വതത്തിലേക്കും ഉള്ളൂ എന്നതും അവർക്ക് സൗകര്യമായി. 2 ദിവസം അവിടെ തങ്ങിയ അവർ രണ്ടുപേരും ഏപ്രിൽ 1 തീയതി രാവിലെ 11 മണിയോടെ അവർ സ്റ്റേ ചെയ്യുന്ന വീട്ടിൽ നിന്ന് എൽ പിയാനിസ്റ്റോ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇവർ സ്റ്റേ ചെയ്ത വീട്ടിൽ ഒരു മിടുക്കനായ നായ ഉണ്ടായിരുന്നു. എല്ലാവരുമായി ഇണങ്ങുന്ന അവൻ സാധാരണ അവിടെ തമ്പടിച്ചു യാത്ര ചെയ്യുന്ന വിരുന്നുകാരോടൊപ്പം കാട്ടിൽ പോകാറുണ്ട്. ഒരുപക്ഷെ പുതിയതായി വന്ന യാത്രക്കാർക്ക് വഴിതെറ്റിയാൽ അവരെ തിരികെ കൊണ്ടുവരാൻ മിടുക്കുള്ള ഒരു നായയായിരുന്നു അവൻ. ക്രിസും ഫ്രൂണും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൂട്ടത്തിൽ അവനും അവരോടൊപ്പം കാട് കയറി. ഒരുപക്ഷെ ആ 2 പേരെയും അവസാനമായി കണ്ടു എന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരേ ഒരു ജീവി ആ നായ മാത്രമായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ആ നായ ഹോം സ്റ്റേയിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ആ 2 യുവതികൾ മാത്രം തിരികെ വന്നില്ല. അതേ ദിവസം തന്നെ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർ 2 ഡച്ച് പൗരന്മാരുമായി വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ആ ഹോം സ്റ്റേയുടെ ഉടമ കണ്ടിരുന്നു. ഒരുപക്ഷെ അവരോടൊപ്പം വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന് കരുതി വീട്ടുടമ അന്വേഷിക്കാനൊന്നും മെനക്കെട്ടില്ല. അങ്ങനെ 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഏപ്രിൽ 3 തീയതിയായി. ഇവർ താമസിച്ച വീട്ടിലേക്ക് പ്രദേശവാസിയായ ഒരു ഗൈഡ് വന്നു. ആ ഗൈഡ് ഇവരെക്കുറിച്ച് ഹോം സ്റ്റേയുടെ ഉടമയോട് അന്വേഷിച്ചു. അതേ ദിവസം ഒരു ട്രെക്കിങ്ങിന് വേണ്ടി ഇവർ തന്നെ ബുക്ക് ചെയ്തിരുന്നു എന്നും അവരെ ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ കിട്ടിയില്ലെന്നും ആ ഗൈഡ് പറഞ്ഞു. ഗൈഡ് പറഞ്ഞത് കേട്ടപ്പോൾ ഹോം സ്റ്റേയുടെ ഉടമയ്ക്ക് എന്തോ ഒരു ആശങ്ക തോന്നി. കാര്യങ്ങളുടെ കിടപ്പ് കുറച്ച് ഗുരുതരമാണ്. അയാൾക്ക് അങ്ങനെ തോന്നി. കാരണം അവർ പോയത് കൊടുങ്കാട്ടിലേക്കാണ്. യാതൊരു കാരണവശാലും അവിടെ രാത്രി തങ്ങാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് പോയതെങ്കിൽ തീർച്ചയായും ഫോണിലൂടെ ബന്ധപ്പെടാൻ കഴിയുമായിരുന്നു. എന്നാൽ എല്ലാവരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത് ഇവരുടെ സോഷ്യൽ മീഡിയയാണ്. ഇവർ ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റുകൾ ചെയ്തിരുന്നു. എന്നാൽ തലേ ദിവസം മുതൽ 2 പേരും ഫേസ്ബുക്കിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടേയില്ല. സാധാരണ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ അതുണ്ടായിട്ടില്ല. അത് വളരെ ദുരൂഹമാണ്. അപകടം മണത്ത ഹോം സ്റ്റേയുടെ ഉടമ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. യുവതികളെ കാണാതായ വിവരം സ്ഥിരീകരിച്ചതോടെ പോലീസും സ്ഥലത്തെക്കുറിച്ച് ധാരണയുള്ള ഒരു കൂട്ടം പ്രദേശവാസികളും കൂടി തിരച്ചിൽ ആരംഭിച്ചു. പകൽ സമയത്തായിരുന്നു തിരച്ചിൽ. എന്നാൽ ഒരു സൂചനകളും കിട്ടിയില്ല. വിദേശ വനിതകളായതുകൊണ്ട് തന്നെ പോലീസിന് നല്ല സമ്മർദ്ദമുണ്ടായി. പിറ്റേന്ന് മുതൽ പോലീസിനെ അഗ്നിശമന സേനാംഗങ്ങളും പൊതുപ്രവർത്തകരും തിരച്ചിലിന് സഹായിച്ചു. വല്ല കൊക്കയിലോ മരത്തിൻ്റെ വള്ളികളിലോ കുടുങ്ങിക്കിടക്കുകയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഉറപ്പ് പറയാൻ പറ്റാത്ത സ്ഥിതി. കൂടാതെ കടുത്ത സമ്മർദ്ദവും. അതോടെ തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാൻ അധികൃതർ തീരുമാനിച്ചു. പിറ്റേന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് കാടിന് മുകളിലൂടെ തിരച്ചിൽ നടത്തി. മണം പിടിക്കുന്നതിൽ വിദഗ്ധരായ സ്നിഫർ നായ്ക്കളെ ഉപയോഗിച്ചു തിരച്ചിൽ നടത്തി. പക്ഷേ ആ ശ്രമമെല്ലാം വിഫലമായിരുന്നു.
2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്റ്റിൻ്റെയും ഫ്രൂണിൻ്റെയും അച്ഛനമ്മമാർ പനാമയിലെത്തി. അവർ മാത്രമല്ല, നെതർലാൻഡ്സിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീമും എത്തി. അതിനുശേഷം അന്വേഷണ സംഘം കാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചു. കാടിനകത്തുകൂടി ഒഴുകുന്ന നദികളും ഉൾഗ്രാമങ്ങളും എല്ലാം തിരഞ്ഞു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഒടുവിൽ 2 ആഴ്ചത്തെ പരിശ്രമത്തിനു ശേഷം ഏപ്രിൽ 14-ന് തിരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ചു. നമ്മുടെ നാട്ടിലും പലതരം ആളുകളെ കാണാതാകുന്നുണ്ട്. പിന്നീട് മിക്കപ്പോഴും അവരുടെ ശവശരീരമായിരിക്കും കണ്ടുകിട്ടുന്നത്. ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ തന്നെ കാണാതായ ആളുകളെ കണ്ടുകിട്ടിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്രിസിൻ്റെയും ഫ്രൂണിൻ്റെയും കാര്യത്തിൽ നടന്നത് ഒരു സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റായിരുന്നു. തിരച്ചിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ച ഏപ്രിൽ 14 കഴിഞ്ഞ് കൃത്യം 2 മാസങ്ങൾക്കു ശേഷം ആൾട്ടോ റോമിറോ എന്നൊരു ചെറിയ ഉൾഗ്രാമത്തിലുള്ള ഒരു ആദിവാസി പെൺകുട്ടിക്ക് ഒരു ബാഗ് കിട്ടുന്നു. ആ ബാഗ് ഉടൻ തന്നെ അവൾ പോലീസിനെ ഏൽപ്പിച്ചു. ബാഗ് തുറന്നു നോക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ശരിക്കും ഞെട്ടി. 2 മാസം മുൻപ് കാണാതായ ഡച്ച് യുവതികളിൽ ഒരാളായ ലിസാൻ ഫ്രൂണിൻ്റെ ബാഗായിരുന്നു അത്. ഫ്രൂണിൻ്റെ പാസ്പോർട്ട്, 2 കൂളിംഗ് ഗ്ലാസ്, ഒരു വെള്ളക്കുപ്പി, $83, അവർ 2 പേരുടെയും ഫോണുകൾ, ഒരു ക്യാമറ, 2 അടിവസ്ത്രങ്ങൾ, ഇവയായിരുന്നു ആ ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നത്. പോലീസ് ആ ബാഗ് ഫ്രൂണിൻ്റെ അച്ഛനമ്മമാരെ കാണിച്ചു. അത് അവളുടെ ബാഗ് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. കാര്യങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, കഴിഞ്ഞ 2 മാസമായി മഴയും വെയിലുമൊക്കെ കൊണ്ടിട്ടും ബാഗിന് യാതൊരു കുഴപ്പവുമില്ല. പാസ്പോർട്ട് നനഞ്ഞിട്ടില്ല, ഫോൺ പ്രവർത്തിക്കുന്നുമുണ്ട്. ബാഗിലുണ്ടായിരുന്ന കറൻസിക്ക് ചുളിവോ കീറലോ നനവോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, 2 ആഴ്ചയോളം നടത്തിയ തിരച്ചിലിൽ സംഘം ഈ ബാഗ് ആദിവാസി പെൺകുട്ടിക്ക് കിട്ടിയ സ്ഥലമെല്ലാം അരിച്ചുപെറുക്കിയതാണ്. അന്ന് അവർ കാണാത്ത ഈ നിർണായക തെളിവ് പെട്ടെന്ന് എങ്ങനെ ആ സ്ഥലത്ത് പൊട്ടിമുളച്ചു? എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിയത് ഈ ചോദ്യമായിരുന്നു. പോലീസിന് തലവേദനയായി കൊണ്ടിരുന്ന ഈ തിരോധാന കേസിൽ നിർണായക തെളിവാണ് ഈ ബാഗിലൂടെ കിട്ടിയിരിക്കുന്നത്. അതെ, അവരുപയോഗിച്ച ഫോണുകളും ക്യാമറയും. ആ ഫോണുകളും ക്യാമറയും പരിശോധിച്ച പോലീസ് കണ്ടത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. 2 പേരെയും കാണാതായ ദിവസം, അതായത് ഏപ്രിൽ 1-ാം തീയതി വൈകുന്നേരം 4:40 ക്രിസിൻ്റെ ഐഫോണിൽ നിന്ന് എമർജൻസി നമ്പറായ 112-ലേക്ക് ഒരു കോൾ പോയിട്ടുണ്ട്. 4:42-ന് ഫ്രൂണിൻ്റെ സാംസങ് ഫോണിൽ നിന്നും ഒരു എമർജൻസി കോൾ പോയിട്ടുണ്ട്. ഏറെക്കുറെ ആ സമയത്ത് 2 പേരും എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. കൊടുങ്കാട്ടിലായതുകൊണ്ട് നിർഭാഗ്യവശാൽ റേഞ്ച് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ കോൾ കണക്റ്റ് ആയതുമില്ല. അവരെന്തോ വലിയ അപകടത്തിലാണ് പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ മുന്നിൽപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിൻ്റെ കയ്യിൽപ്പെട്ടതുമാവാം. ഇവരെ കാണാതായ ഏപ്രിൽ 1 മുതൽ 5 വരെ ഇരുവരുടെയും ഫോണുകൾ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ആയതായി കൂടുതൽ പരിശോധനയിൽ കണ്ടെത്തി. അതിനുശേഷം 2 പേരും 112 എന്ന എമർജൻസി നമ്പറിലേക്ക് തുടരെ വിളിച്ചതായും കണ്ടെത്തി. പക്ഷേ അവരുടെ കോൾ കണക്റ്റ് ആയില്ല. കാര്യങ്ങൾ കൂടുതൽ നിഗൂഢതയിലേക്ക് നീങ്ങിയത് ഏപ്രിൽ 4-ന് ക്രിസിൻ്റെ ഫോൺ പലതവണ ആരോ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ്. ഒരുപക്ഷെ ഏപ്രിൽ 4-ന് മുമ്പ് തന്നെ ക്രിസ് മരണപ്പെട്ടിട്ടുണ്ടാകാം. അതിനുശേഷം ആ ഫോൺ ഫ്രൂൺ ഉപയോഗിക്കാൻ ശ്രമിച്ചതുമാകാം. അതോ അവർ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ആരെങ്കിലും ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചതുമായിരിക്കാം. ഫ്രൂൺ ഉപയോഗിച്ച സാംസങ് ഫോൺ അവസാനമായി ഓണായത് ഏപ്രിൽ 5-നാണ്. അതിനുശേഷം ബാറ്ററി ഡൗണായി ഫോൺ ഓഫായി പോയിരിക്കാം. എന്നാൽ ഏപ്രിൽ 6 മുതൽ 10 വരെ ക്രിസിൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓണായിട്ടുണ്ട്. എന്നാൽ പലതവണ ആ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏപ്രിൽ 11-നാണ് അവസാനമായി ക്രിസിൻ്റെ ഫോൺ ഓണായത്. അതിനുശേഷം ക്രിസിൻ്റെ ഐഫോണും ഏപ്രിൽ 11-ന് ഓഫായി. അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല. കേസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത് ഫ്രൂണിൻ്റെ കനോൺ പവർഷോട്ട് SX270HS എന്ന മോഡൽ ക്യാമറ പരിശോധിച്ചപ്പോഴാണ്. മുമ്പ് പറഞ്ഞതുപോലെ 2 പേരും ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്. ഓരോ ദിവസവും 1-ലധികം ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നവരായിരുന്നു അവർ 2 പേരും. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ് ഫ്രൂണിൻ്റെ ക്യാമറ പരിശോധിച്ചത്. ക്യാമറ റെക്കോർഡ് പരിശോധിച്ച പോലീസിന് മനസ്സിലായത് ഏപ്രിൽ 1-ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ഇവർ 90-ലധികം ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇവർ 2 പേരും ഒരുമിച്ചുള്ളതും തനിച്ചുള്ളതുമായ ഫോട്ടോയുമൊക്കെ ഉണ്ടായിരുന്നു. ഏപ്രിൽ 1-ന് 4 മണിക്കാണ് അവസാനമായി പകൽ വെളിച്ചത്തിൽ അവർ ഒരു ഫോട്ടോ എടുത്തത്. പിന്നീട് എടുത്ത ഫോട്ടോ ഏപ്രിൽ 8-നാണ്, അതായത് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം. ഏപ്രിൽ 8-ന് അർദ്ധരാത്രി 1 മണി തൊട്ട് പുലർച്ചെ 4 മണി വരെയുള്ള സമയത്ത് ഏറെക്കുറെ 80-ലധികം ഫോട്ടോകളാണ് ക്യാമറയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരൊറ്റ ഫോട്ടോ പോലും വ്യക്തമായ ഒന്നിനെ ഫോക്കസ് ചെയ്ത് എടുത്തതായിരുന്നില്ല. എന്നു മാത്രമല്ല, ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് തുടർച്ചയായി ക്ലിക്ക് ചെയ്താൽ കിട്ടാവുന്ന ചിത്രങ്ങളാണ് എല്ലാ ഫോട്ടോകളിലും കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഈ സമയം എടുത്ത ഒരു ഫോട്ടോ പോലീസിന് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകി. ആ ഒരു ഫോട്ടോ ക്രിസിൻ്റെ തലയുടെ പിൻഭാഗമായിരുന്നു.
തലയിൽ ചെറിയ മുറിവ് പറ്റി ചോര ചെറുതായി പൊടിയുന്ന ഒരു ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതോടെ ഒരു കാര്യം വ്യക്തമായി, ഏപ്രിൽ 5-ന് ക്രിസിൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യാൻ നോക്കിയത് വേറെ ആരോ ആണ്. കാരണം ഏപ്രിൽ 8-ന് എടുത്ത ഫോട്ടോയിൽ ക്രിസ് ജീവനോടെയുണ്ട് താനും. ഈ അർദ്ധരാത്രി 3 മണിക്കൂർ ഇടവേളയിൽ എടുത്ത ചിത്രങ്ങൾ ശരിക്കും പോലീസിനെ കുഴക്കി. കാര്യങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത് ക്യാമറ ഗാലറി തുറന്നു നോക്കിയപ്പോഴാണ്. ഏപ്രിൽ 8-ന് ഓഫായ ക്യാമറയിൽ ഏറെക്കുറെ 510-ൽ പരം ഫോട്ടോകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ പരിശോധിച്ചപ്പോൾ 509-ാമതായി എടുത്ത ഒരു ഫോട്ടോ ക്യാമറയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. 508-ന് ശേഷം 510 എന്ന രീതിയിലാണ് ഗാലറിയിൽ പോലീസിന് കാണാൻ കഴിഞ്ഞത്. ഡിലീറ്റായ ഫോട്ടോയാകട്ടെ റിക്കവർ ചെയ്യാനും സാധിച്ചില്ല. ഇത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കി. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒതുക്കി തിട്ടപ്പെടുത്തിയ നിലയിൽ ഫ്രൂണിൻ്റെ ബാഗും അതിനകത്ത് വൃത്തിയായി ഒതുക്കി വെച്ച നിലയിൽ സാധനങ്ങളും കണ്ടെത്തി. ഇത് അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കി. അതോടെ പോലീസ് അന്വേഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അവർ ബാഗ് കണ്ടെടുത്ത സ്ഥലം വിശദമായി പരിശോധിച്ചു. ബാഗ് ലഭിച്ച ദിവസം തൊട്ട് കൃത്യം 5-ാം ദിവസമാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ കുറച്ച് തെളിവുകൾ കൂടി കിട്ടിയത്. കാടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥികളാണ് പോലീസിന് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഫ്രൂൺ ഉപയോഗിച്ചിരുന്ന ഒരു ബൂട്ടും. എന്നാൽ ബൂട്ട് മാത്രമല്ല, ആ ബൂട്ടിൽ ഫ്രൂണിൻ്റെ കാൽപാദവും ഉണ്ടായിരുന്നു. ലഭിച്ച അസ്ഥിയെല്ലുകൾ പരിശോധിച്ച പോലീസിന് കിട്ടിയ വിവരം വീണ്ടും ഒരു വൻ ട്വിസ്റ്റാണ് ഉണ്ടാക്കിയത്. കണ്ടെടുത്ത എല്ലിൻ കഷണങ്ങളിൽ ക്രിസിൻ്റെ ഇടുപ്പെല്ല് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അത് ബ്ലീച്ച് ചെയ്യപ്പെട്ട നിലയിലാണ് പോലീസിന് കിട്ടിയത്. ഇത്രയും കാലം വെയിലും മഴയും എല്ലാം ഏറ്റിട്ടും അതിൻ്റെ ഒരു ലാഞ്ചനയുമില്ലാതെ ക്രിസ്റ്റിൻ്റെ ഇടുപ്പെല്ല് കിട്ടിയത് ഈ കേസിനെ കൂടുതൽ നിഗൂഢമാക്കി. എന്നാൽ ബൂട്ടിൽ നിന്ന് കിട്ടിയ പാദത്തിൽ ഫ്രൂണിൻ്റെ കാലിലെ മാംസവും തൊലിയും എല്ലാം ഉണ്ടായിരുന്നു. ഫ്രൂണിൻ്റെ കണങ്കാൽ ഭാഗത്തെ അസ്ഥിയും ആ പരിസരത്തു നിന്ന് കണ്ടെത്തി. ഇത്രയും അസ്ഥി കഷണങ്ങൾ കിട്ടിയതോടെ പോലീസ് അത് പനാമയിലും നെതർലാൻഡ്സിലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ ഈ 2ഇടങ്ങളിലും നടത്തിയ പരിശോധനയിൽ ഈ അസ്ഥി കഷണങ്ങൾ കിട്ടിയതുകൊണ്ട് മാത്രം ഈ യുവതികൾ ഇപ്പോഴും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം ക്രിസിൻ്റെ അസ്ഥിഭാഗങ്ങളിൽ നടന്നിരിക്കുന്ന ബ്ലീച്ചിങ്ങിൽ കെമിക്കലുകളൊന്നും അടങ്ങിയിട്ടില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇത്രയും കാലം പ്രകൃതിയോട് ചേർന്നു കിടന്ന അസ്ഥിക്ക് ഇത്ര വൃത്തി എങ്ങനെ വന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഈ യുവതികളുടെ തിരോധാനത്തിന് ഇന്ന് പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയപ്പെടുന്നത് യുവതികൾ അവയവ കച്ചവടക്കാരുടെ പിടിയിൽപ്പെട്ടിരിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ നിഗമനം പനാമയിലെ എൽ പിയാനിസ്റ്റ കാടിനുള്ളിലെ നരഭോജികൾ ഇവരെ വേട്ടയാടി ഭക്ഷിച്ചു എന്നതാണ്. വഴിതെറ്റി വന്യമൃഗങ്ങളുടെ മുന്നിൽപ്പെട്ട് ജീവൻ പോയതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം കാടിനകത്തു നിന്ന് ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടുകിട്ടുമായിരുന്നു. അതുകൂടാതെ മറ്റു ശരീരഭാഗങ്ങളും അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അവിടെ നിന്നോ അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നോ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അത് കണ്ടുകിട്ടിയിട്ടില്ല. സ്വന്തം മക്കളെ കാണാതായി അന്വേഷണ സംഘത്തോടൊപ്പം എത്തിയ ക്രിസിൻ്റെയും ഫ്രൂണിൻ്റെയും മാതാപിതാക്കൾ തൻ്റെ മക്കളെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നവർക്ക് $30,000 പാരിതോഷികമായി പ്രഖ്യാപിച്ചു. ക്രിസ്റ്റിനെയും ഫ്രൂണിനെയും കാണാതായിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പോലീസ് റെക്കോർഡ്സിൽ ക്രിസും ഫ്രൂണും മരണപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് കാലത്തെ മിസ്സിംഗ് എന്ന സ്റ്റാറ്റസിൽ നിന്ന് മരണപ്പെട്ടു എന്ന് പോലീസ് എഴുതിയെങ്കിലും തൻ്റെ മക്കൾ ഒരു ദിവസം തിരിച്ചു വരുമെന്ന വിശ്വാസത്തിലാണ് ക്രിസ്റ്റിൻ്റെയും ഫ്രൂണിൻ്റെയും അച്ഛനമ്മമാർ. മുമ്പ് പറഞ്ഞതുപോലെ കനോൺ ക്യാമറയിൽ നിന്ന് നേരിട്ട് ഒരു ഫോട്ടോ സ്ഥിരമായി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നും അതിന് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ തിരോധാനത്തിൽ ഫോട്ടോഗ്രാഫിയിൽ അറിവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ആരുടെയോ കൈകളുണ്ടെന്നും പറയപ്പെടുന്നു. ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ 509-ാമത്തെ ഫോട്ടോയിൽ ഇവരുടെ തിരോധാനത്തിൻ്റെ പ്രധാന കാരണക്കാരനാണ് ഉള്ളതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നത്. കാരണം ഒന്നും കാണാതെ ആ ഫോട്ടോ മാത്രം എന്തിന് ഡിലീറ്റ് ചെയ്യണം? ഒരുപക്ഷെ ആ മൂന്നാമൻ്റെ മുഖം ആ ഫോട്ടോയിലുണ്ടെങ്കിലോ? എന്തു തന്നെയായാലും കാടിൻ്റെ ഉൾഭംഗി ആസ്വദിച്ചു പോയ ആ 2 യുവതികൾ നേരിട്ടത് ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഘാതം നൽകുന്ന എന്തോ വലിയ അപകടമാണ്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കൊടുങ്കാടുകളിലേക്ക് യാത്ര പോകുമ്പോൾ പരിസരം അറിയാവുന്ന ഒരാളെ കൂടി ഗൈഡായോ ട്രാവൽ പാർട്ണറായോ കൊണ്ടുപോകണമെന്നത് അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ബാഗും അതിനുള്ളിലെ വസ്തുക്കളും ക്യാമറയിൽ കണ്ട നിഗൂഢമായ ചിത്രങ്ങളും അതിനുശേഷം ലഭിച്ച അവരുടെ എല്ലിൻ കഷണങ്ങളുമെല്ലാം ഒരു യക്ഷിക്കഥയെപ്പോലെ ഭീതിയുണ്ടാക്കുന്നതാണ്. മരണത്തിന് മുമ്പായി അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ ഇന്നും വൈറലാണ്. കാണാതാകുന്നതിന് മുൻപ് ക്രിസ് അപ്ഡേറ്റ് ചെയ്ത ഒരു പ്രൊഫൈൽ പിക്ചർ ഇന്നും ഒരു തീരാനോവായി നമുക്ക് ഫേസ്ബുക്കിൽ കാണാൻ കഴിയും. ഇവർ 2 പേരും മരണപ്പെട്ടു എന്നുറപ്പായെങ്കിലും അമേഴ്സ്ഫ്രൂട്ട് എന്ന നെതർലാൻഡ്സിലെ കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ മക്കൾ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ ഇന്നും അവരുടെ അച്ഛനമ്മമാർ കാത്തിരിക്കുന്നുണ്ട്.